കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണുന്നതിന് വേണ്ടി ശ്രമിച്ചു. 6 മാസം മുൻപ് ഞാൻ ഡൽഹിയിൽ പുതിയ മന്ത്രിസഭ ചുമതല ഏറ്റെടുത്തപ്പോൾ ശ്രീ JP നദ്ദ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. അന്ന് വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചു. അതിൽ എയിംസ് ഉണ്ട്. കുറേ വർഷങ്ങളായി കേരളത്തിന് എയിംസ് വേണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ആവശ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കേരളത്തിന് എയിംസ് വേണം. ഈ രാജ്യത്താണല്ലോ കേരളവും ഉള്ളത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും പല എയിംസ് കൊടുക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഒരു എയിംസ് എങ്കിലും വേണമല്ലോ. നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് കേരളത്തിലെ ഉണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ സാർവത്രിക വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണ നിയമവും അതിലൂടെയൊക്കെ നാം ആർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റവും സാമൂഹ്യ മുന്നേറ്റവും മികച്ച പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ കേരളത്തിൽ പടുത്തുയർത്തി. മികച്ച പൊതുജനാരോഗ്യ സൂചകങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ഈ കാര്യങ്ങൾ ആവശ്യമാണ്. നമുക്ക് മെഡിക്കൽ കോളേജുകൾ ആവശ്യമാണ്. അപ്പോ പലതവണ അന്ന് ഞാൻ പോയപ്പോൾ എയിംസിന്റെ കാര്യം പറഞ്ഞു, ആശമാരുടെ കാര്യം പറഞ്ഞു, ഇൻസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം പറഞ്ഞു. നമുക്ക് 2023-24 നൽകാനുള്ള തുക ക്യാഷ് ഗ്രാന്റ് നമുക്ക് ലഭിച്ചിരുന്നില്ല. അത് നൽകണമെന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴും ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അയച്ച മെയിലിൽ 4 കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതിലൊന്ന്, പോയ സാഹചര്യം അതിന്റെ ആശമാരുടെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും ഇപ്പൊ കേരളത്തിൽ 26,125 ആശമാരാണ് പുത്തൂരിലുള്ളത്. അതിലേതാണ്ട് 400 മൊത്തത്തിൽ കേരളം മുഴുവൻ നോക്കിയാൽ അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് കാരണങ്ങളാൽ ഫീൽഡിൽ ഇല്ലാത്തവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ 400-450 പേര് വിട്ടുനിൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷേ അവർ നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. 2ാം തവണ ഞാൻ അവരോട് ചർച്ച നടന്നു. അങ്ങനെ ഇതൊരു കേന്ദ്ര സ്കീമാണ്. ആശ കേന്ദ്ര സ്കീമാണ്. 2005-2006 തുടങ്ങിയത്. കേരളത്തിൽ നടപ്പിലാക്കുന്നത് ബഹുമാനിയായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി PK ശ്രീമതി ടീച്ചറാണ്. അതിന് പ്രത്യേക ഗൈഡ് ലൈൻ കേന്ദ്രം അന്ന് പുറത്തിറക്കിയിരുന്നു. ആ ഗൈഡ് ലൈനിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, ആശമാർ വുമൺ വോളണ്ടിയർ ആയിരിക്കും എന്നുള്ളതാണ്. അത് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ്. സംസ്ഥാനങ്ങൾ അത് മാറ്റാൻ പാടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈനിലുള്ളത്. അപ്പൊ നമ്മുടെ നിലപാട് ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം, ഈ സന്നദ്ധ പ്രവർത്തനം എന്നുള്ളത് മാറ്റണം. അതുകൊണ്ടാണ് അവർക്ക് ഓണററിയം സ്റ്റേറ്റ് നിശ്ചയിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചത് 300 രൂപ. പിന്നീട് 2013 കൊടുത്തു തുടങ്ങുമ്പോൾ 500 രൂപ. അതിനുശേഷം 2016 അന്നത്തെ സർക്കാർ UDF സർക്കാർ പോകുമ്പോൾ 1000 രൂപ പ്രഖ്യാപിച്ചു. 2014 നമ്മളത് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ 7000 രൂപ കൊടുക്കുമ്പോൾ അത് രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല നിലയിലുള്ള ഓണററിയം. ഇനി വർദ്ധിപ്പിക്കണമെന്ന് തന്നെ സംസ്ഥാനം കാണുന്നു. പക്ഷെ അതിനോടൊപ്പം അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശമാരെ, അങ്കണവാടി പ്രവർത്തകർ, ഇതൊക്കെ കേന്ദ്ര സ്കീമാണല്ലോ, ഉൾപ്പെടണം. അവരുൾപ്പെടുത്തണം. സ്ത്രീജനങ്ങളാണ് കൂടുതൽ ഉള്ളത്. അതുപോലെ ഇൻസെന്റീവ് കൂട്ടുക എന്ന് പറയുമ്പോൾ 2005-2006 ഇൻസെന്റീവ് ആണ് ഇപ്പോഴും ഉള്ളത്. ഒരു പോളിയോ ഇഞ്ചക്ഷന് 75 രൂപ ഒരു കുഞ്ഞെടുക്കുന്നു എന്ന് ഉറപ്പാക്കുമ്പോൾ, ഒരു ഇമ്മ്യൂണൈസേഷൻ, സാധാരണ ഇമ്മ്യൂണൈസേഷൻ 20 രൂപ, ഒരു ആന്റിനേറ്റൽ കേസിന് 500 രൂപ. ഇൻസെന്റീവ് കൂട്ടണം എന്ന് പറയുമ്പോൾ 100 രൂപ കൂട്ടിയാൽ 60 രൂപ കേന്ദ്രം, 40 രൂപ സംസ്ഥാനം. അപ്പൊ ഞാൻ ഇത് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയപ്പോൾ 4 കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് എന്റെ കത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചത്. ആശമാരുടെ ഇൻസെന്റീവ് സംബന്ധിച്ച കാര്യം, വുമൺ വോളണ്ടിയർ ആയിട്ടുള്ള അത് എന്റെ വിശദമായ കത്തിൽ അത് ഉണ്ട്. 2ാമത്തെ കാര്യം 2023-24 ക്യാഷ് ഗ്രാന്റ് നൽകണം എന്നുള്ള കാര്യം. 3ാമത്തെ കാര്യം എയിംസ്. 4ാമത് പറഞ്ഞത് കാസർഗോഡും വയനാടും നമുക്ക് മെഡിക്കൽ കോളേജ് അനുവദിക്കണം എന്നുള്ളത്. കാരണം വയനാട് ജില്ലയുടെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് വയനാട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ കൂടി നൽകണമെന്ന് പറഞ്ഞു. ഞാൻ അതിന് മുൻപും പറഞ്ഞു, 125 നഴ്സിംഗ് കോളേജുകൾ രാജ്യം മുഴുവൻ അനുവദിച്ചപ്പോൾ നമുക്കിവിടെ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കണം, മെഡിക്കൽ കോളേജുകൾ അനുവദിക്കണം, അതിനുള്ള പണം നൽകണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യം കൂടി 2 ജില്ലകൾക്ക് വേണ്ടി, വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണം എന്നുള്ളത് പറയുകയുണ്ടായി. നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന് 4 ലക്ഷം രൂപ അടച്ച് 4-4.5 നമുക്ക് എമൗണ്ട് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, നവംബർ മാസത്തിൽ
നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു മറുപടി നമുക്ക് ലഭിക്കേണ്ടതായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒന്ന് പരിശോധിച്ച് 50 കുട്ടികളെങ്കിലും ഇവിടെ പഠിപ്പിക്കാൻ കഴിയും. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളമായിട്ട് ഇപ്പൊ നഴ്സിംഗ് കോളേജ് നമ്മൾ തുടങ്ങി ഗവൺമെന്റ് മേഖലയിൽ 2023 ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വയനാട് പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള പിന്തുണ നൽകണമെന്നുള്ളത് ഞാൻ അദ്ദേഹത്തോടുള്ള ചർച്ചയിൽ ഒരിക്കൽ കൂടി നമുക്ക് അടുത്ത ദിവസം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോയിന്റ്മെന്റ്.